ഹായ് ഫ്രണ്ട്സ്, പ്ലസന്റ് ബെറ്റർ ടുമോറോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് 2021 മെയ് മാസം 4 തീയതി മുതൽ കർശന നിയമങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, അതിൻ്റെ കീഴിൽ വരുന്ന സ്വയംഭരണ സ്ഥാപനങ്ങൾ, അത്യാവശ്യ സേവന വിഭാഗങ്ങൾ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയ ആളുകൾക്ക് ഈ നിയന്ത്രണങ്ങളും പ്രവർത്തിക്കാവുന്നതാണ്. അല്ലാത്ത സ്ഥാപനങ്ങളിൽ അത്യാവശ്യം വേണ്ട ജീവനക്കാർ മാത്രം വന്നാൽ മതിയാകും. ഇത്തരം സ്ഥാപനങ്ങളിൽ ആവശ്യത്തിലധികം ജീവനക്കാർ ഉണ്ടോ എന്ന് സെക്ടർ മജിസ്ട്രേറ്റുമാർ പരിശോധന നടത്തുന്നതായിരിക്കും. അത്യാവശ്യ സേവനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ, വ്യവസായശാലകൾ, സംഘടനകൾ എന്നിവയ്ക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കാൻ അനുവാദമുണ്ട്. ഓക്സിജൻ ടെക്നീഷ്യന്മാർ, ആരോഗ്യ ശുചീകരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് തിരിച്ചറിയൽ രേഖകളുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കുന്നതാണ്. ടെലികോം സർവീസ്, അടിസ്ഥാന സൗകര്യം, ഇൻ്റർനെറ്റ് സേവനദാതാക്കൾ, പെട്രോളിയം, LPG യൂണിറ്റുകൾ എന്നീ അവശ്യ സേവന വിഭാഗങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ മേൽപ്പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ ആളുകളും അവരവരുടെ കമ്പനി കൊടുത്തിട്ടുള്ള തിരിച്ചറിയൽ രേഖ യാത്ര ചെയ്യുമ്പോൾ കൈക്കരുതേണ്ടതാണ്. രോഗികൾ, അവരുടെ കൂടെയുള്ള സഹായികൾ എന്നിവർക്ക് അടിയന്തര സാഹചര്യത്തിലും പോകാൻ അനുവാദമുണ്ട്. അതുപോലെ തന്നെ ആശുപത്രികൾ, ഫാർമസികൾ, പത്രമാധ്യമങ്ങൾ, ഭക്ഷണം, പലചരക്ക് കടകൾ, പഴക്കടകൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളും ഇറച്ചി, മത്സ്യ മാർക്കറ്റുകൾ എന്നിവയും നിയന്ത്രണ വിധേയമായി പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നതാണ്. അതുപോലെ വർക്ക്ഷോപ്പുകൾക്കും പ്രവർത്തിക്കാൻ അനുവാദം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ സ്ഥാപനത്തിലെയും ജീവനക്കാരും ഉദ്യോഗസ്ഥരും 2 മാസ്ക് വീതം ഉപയോഗിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. രാത്രി 9 മണിക്ക് മുമ്പ് എല്ലാവിധ കടകളും അടയ്ക്കണം. റെസ്റ്റോറൻറ്റുകളും ഭക്ഷണശാലകളും പാഴ്സലുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ബാങ്കുകളെല്ലാം രാവിലെ 10 മണി മുതൽ 1 മണി വരെ പ്രവർത്തിക്കുന്നതായിരിക്കും. ദീർഘദൂര ബസ്സുകൾ, ട്രെയിനുകൾ എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഇവയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾസ് തീർച്ചയായും പാലിക്കേണ്ടതാണ്. വിവാഹത്തിന് പരമാവധി 50 പേർക്കും മരണാനന്തര ചടങ്ങുകളിൽ പരമാവധി 20 പേർക്കും പങ്കെടുക്കാവുന്നതാണ്. ആരാധനാലയങ്ങളിലും പരമാവധി 50 പേർക്ക് അനുവാദം ഉണ്ടായിരിക്കും. പക്ഷേ ആരാധനാലയത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരാവുന്നതാണ്. നമ്മളെല്ലാവരും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് ഈ മഹാമാരിയെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ പ്ലസന്റ് ബെറ്റർ ടുമോറോ ടു ഓൾ മൈ ഫ്രണ്ട്സ്.